നീ എന്താ കരയാൻ പോവാണോ? എന്നാ പറ്റിയടി? എന്നോട് ഇത്ര ഇഷ്ടം കാണിക്കണ്ട. ആര് കാണിച്ചു നിന്നോട് ഇഷ്ടം? നിന്നെ വഴക്കു പറഞ്ഞല്ലേ? എനിക്കറിയാം. മതി മതി, കഴിക്ക്. പന്ത്രണ്ട് ചപ്പാത്തി തിന്നില്ലെങ്കിലേ നീ വിവരം പറയും. ഇല്ല. ഇല്ലേ? ഉം. ഉം. അയ്യടി, അവളുടെ ഒരു ഇളി. ചിന്നുമോളെ, ചിന്നുമോളെ, എവിടെ പോയി? ചിന്നു, ചിന്നുകുട്ടി, ചിന്നുകുട്ടി അവിടെ നിൽക്കാൻ. അയ്യോ ചിന്നുകുട്ടി, എന്റെ കർത്താവേ, ഇതെപ്പോ ഇവിടെ ഇറങ്ങിപ്പോയി? ഓ ഭാഗ്യം, ഒന്നും പറ്റില്ല. എവിടെ പോവാനാ? മമ്മിന്റെ അടുത്ത് കൊണ്ടാവാഫോ. അവിടെ കളിനാണ്ടും എവിടെയാണ്ടും ഉണ്ട്. മോളെ, എവിടെ വരെ പോയി? റോഡ് വരെ പോയി. ചിന്നുമോളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഹലോ. ഹലോ, പാലാരിവട്ടത്തെ മാമച്ചൻ സാറിന്റെ വീടല്ലേ? ആ അതെ. ആരാ വിളിക്കുന്നേ? അലീനയോ? രേവതിക്കുട്ടിയെ അവിടെ കൊണ്ടുവിട്ടാം. ആ മനസ്സിലായി മനസ്സിലായി. രേവതിക്കുട്ടി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ കൊടുക്കണ്ട, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്നാ ചോദിക്കാനാ? കൊച്ചമ്മ അവളെ കൊണ്ടുപോയതും ഒട്ടും തൃപ്തിയില്ലാതെ ആയിരുന്നല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണേ കൊച്ചമ്മേ. കൊച്ചമ്മ? ആരുടെ കൊച്ചമ്മ? എന്നെ കൊച്ചമ്മേന്നും വല്യമ്മേന്നും ഒന്നും വിളിക്കണ്ട. ഒന്നുകിൽ ചേച്ചി അല്ലെങ്കിൽ ആന്റി. സോറി ആന്റി. രേവതിക്കുട്ടി നിങ്ങൾക്ക് പറ്റുമോ? അതാ എനിക്കിപ്പോ പേടി. ഇവിടെ അവള് വലിയ കുഴപ്പമില്ലാണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ ആന്റി, ഞാൻ അവളോട് പറഞ്ഞ് ശരിയാക്കിക്കോളാം. അതൊക്കെ തിരുത്തി കൊടുക്കാൻ ഞങ്ങളുണ്ടല്ലോ ഇവിടെ. അവൾ അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒരുപാട് ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ട്. ആന്റിക്ക് തൃപ്തിയാണോന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് തൃപ്തിക്കുറവൊന്നുമില്ല. നിന്റെ കാര്യം എങ്ങനെയാ? എന്റെ കാര്യം എന്ന് വെച്ചാ, നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോന്ന്. ജോലി കൂടുതലുണ്ടോ? വലിയ ബുദ്ധിമുട്ടാണോ? അവിടെ ഉള്ളവര് നിന്നോട് നല്ലപോലെയാണോ പെരുമാറുന്നത്? ഇതൊക്കെയാ രേവതിക്കുട്ടിയുടെ വിഷമങ്ങൾ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. നല്ല ആളുകളും നല്ല പെരുമാറ്റമാണ്. ജോലി കൂടുതലും ഇല്ല. എന്നാ ഞാൻ അവക്ക് കൊടുക്കാം. ശരി. രേവതിക്കുട്ടി, രേവതിക്കുട്ടി,
രേവതി, അല്ല നിനക്ക് ഇത്ര നാൾ ഈ ഫോൺ ഇല്ലായിരുന്നോ? വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴാ ഇത് ചാർജ് ചെയ്തത്. ആ അവള് വന്നു, ഞാൻ കൊടുക്കാം. ആരാ? നോക്കാരാന്ന്. ഹലോ ഹലോ മോളെ, ഞാനാ അലീന ചേച്ചി. ഹായ് അലീന ചേച്ചി. സോറി. നിനക്കവിടെ സുഖാണോടി മോളെ? എന്റെ ചേച്ചി ഒന്നും പറയണ്ട, എനിക്കിവിടെ സ്വർഗം പോലെയാ. ഞാനിവിടെ സെർവന്റ് ഒന്നും അല്ല ചേച്ചി, വേറെ എന്തൊക്കെയോ. എനിക്ക് തന്നെ അറിയാൻ മേല ഞാൻ ആരാണെന്നും എന്താണെന്നും. നിനക്ക് സന്തോഷമാണോ എന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. ഇതിലെ കൂടുതൽ ഇനി എന്താ സന്തോഷം? നിന്റെ വിശേഷം മാത്രം പറഞ്ഞാൽ മതിയോ? അവക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ചേച്ചി ഇതുവരെ എന്താ വിളിക്കാതിരുന്നേ? മമ്മിയുടെ ഫോണിന്റെ ചാർജ് എല്ലാം തീർന്നു പോയിരുന്നു. പിന്നെ അതിൽ പൈസ ഇടാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ശരിയായത്. ഞാൻ വിളിക്കുന്ന ആദ്യത്തെ കോളാ. ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ ചേച്ചി? ഒന്നുമില്ലടി, എനിക്ക് സന്തോഷം. എല്ലാവർക്കും ചേച്ചി അവിടെ ഇഷ്ടമാണോ? ആ ഇഷ്ടായി. മോളെ, നീ അവിടെ നല്ല അനുസരണയോട് കൂടി നിൽക്കണേ. അവര് നിനക്ക് തന്നോണ്ടിരിക്കുന്ന പരിഗണന നീ ഒരിക്കലും കുറച്ച് കാണരുത്. നമ്മൾ ആരോരും ഇല്ലാത്തവരാണെന്ന് ഓർമ്മ എപ്പോഴും വേണം. നല്ല അനുസരണയോട് നിൽക്കണേ. എനിക്കറിയാം ചേച്ചി. എനിക്ക് അപ്പയും മമ്മിയും ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെയാ ഞാൻ. അങ്ങനെ തന്നെ വേണം. കുറെ പ്രായമായവരല്ലേ, മക്കളൊന്നും കൂടെ ഇല്ലല്ലോ. എല്ലായിടത്തും നിന്റെ കണ്ണും കയ്യും എത്തണം കേട്ടോ. ഞാൻ നോക്കിക്കോളാം ചേച്ചി. ആ എന്നാ വെച്ചോ, അധികം സംസാരിക്കണ്ട, നമ്മുടെ ഫോണല്ലല്ലോ. ശരി ചേച്ചി, വെച്ചേക്കാവേ. ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ? അയ്യോ, ഞാനൊരു കുറ്റം പറഞ്ഞില്ല. അത് ശരി, ഒന്നും പറഞ്ഞില്ല. എല്ലാം മനസ്സിൽ വെച്ചേക്കോ പിന്നെ പറയാൻ. ഇല്ലെന്നേ, സത്യമായിട്ടല്ല കൊച്ചമ്മ. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഞാൻ കൊച്ചമ്മയും സാറിനെയും. ആണോ? ആ അതെ. ആണെങ്കിൽ ഇനി മേലെ എന്നെ കൊച്ചമ്മന്ന് വിളിച്ചു പോലും. ആന്റിന്ന് വിളിച്ചാൽ മതി. മാമ ചായ അങ്കിളെന്നോ കേട്ടോടി. നിന്റെ അലീന ചേച്ചിയുടെ കൊച്ചമ്മ വിളി ഞാൻ നിർത്തിച്ചു. നീയും നിർത്തിക്കോ. എന്നാലും ഇവിടെ തന്നെ വരണമായിരുന്നോ? ആരെങ്കിലും അറിയാവുന്നവർ വന്നാലോ? എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു പേടിയുണ്ടോ? നിന്റെ വീട്ടുകാരൊന്നും എന്തായാലും ഇവിടെ വരത്തില്ല. ഇനി വന്നാൽ എന്നാ, ഒരു ചായ കുടിക്കാൻ വന്നെന്ന് പറഞ്ഞ് തലവരിയാ പോരെ. ധൈര്യമായിട്ടിരി, ഞാനില്ലേ കൂടെ. പിന്നെ നിന്നോടൊന്ന് സംസാരിക്കാനും കുറച്ചു നേരം ആരുടെ ശല്യമില്ലാതെ ഒന്നിച്ചിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നല്ലേ. കോളേജിൽ വെച്ച് ഇത്രയും നേരം കണ്ടതല്ലേ, എന്നിട്ട് മതിയായില്ലേ? ബെസ്റ്റ്. അവിടെയുള്ള വായനോക്കളുടെ മുന്നിൽ വെച്ച് എന്നാ സംസാരിക്കാനാ? എല്ലാവരും അസൂയ എന്നോട്. ഒത്തു കിട്ടിയ വല്ലവനും എന്നെ തട്ടിക്കളയുന്ന വരെ എനിക്ക് പേടിയാ. അയ്യോ, അതെന്താ? ആരും എന്തെങ്കിലും കുത്തക്കെടുപ്പിച്ചോ? ചെയ്തല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ സകലവന്റെയും ശത്രുവായത്. എന്താന്ന് തെളിച്ച് പറ ഹരി, എനിക്കാകെ ടെൻഷൻ ആവുക. എന്താന്നോ, ഇത്രയും സുന്ദരമായ പെണ്ണിന്റെ മനസ്സിൽ കയറി പറ്റാൻ ഭാഗ്യമുണ്ടായത് എനിക്കല്ലേ? മറ്റുള്ളവർക്ക് അത് സഹിക്കോ? അതിന്റെ ദേഷ്യ അസൂയ എല്ലാവർക്കും. ഓ ഹരി, എന്നെ വെറുതെ കളിയാക്കാതെ. കളിയാക്കിയതല്ല, സത്യം പറഞ്ഞതാ. നിന്നെ കണ്ട ഇഷ്ടം തോന്നാത്ത ആരുണ്ട് നമ്മുടെ ക്യാമ്പസിൽ? പിന്നെ അല്ലേലും മുഖസ്തുതി പറയാൻ ഹരിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? പേടിക്കാതെ പറ്റൂ? കോളനിയിലെ പെണ്ണ് കൈതക്കൽ മാളിക വീട്ടിലെ ചെറുക്കനെ കയറി പ്രേമിക്കാന്ന് വെച്ചാ അത് ചെറിയ കാര്യം? ആരെങ്കിലും കണ്ട അതോടെ തീരും എന്റെ കാര്യം. നിനക്കൊന്നും വരില്ല, ഞാനില്ലേ നിന്റെ കൂടെ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ കാണാൻ വരുന്നേ. എന്നാലും ആരെങ്കിലും കണ്ടാലോ? ആരും കാണാതിരിക്കാനല്ലേ 10-12 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്. നീ ഇങ്ങനെ പേടിക്കാതിരിക്കേ. ഹരിക്കത് പറയാം, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ. അങ്ങനെയാണോ എന്റെ അവസ്ഥ? ട്യൂഷൻ ഉണ്ടെന്നും എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞോ ഞാൻ ഓരോ തവണയും തടി തപ്പുന്നു. എന്തെങ്കിലും പിടി വീഴുമെന്ന് എന്റെ പേടി. ഞാൻ പിടിച്ചു കഴിഞ്ഞല്ലോ, ഇനി നിന്നെ മറ്റാർക്കും കൊടുക്കില്ല. ആർക്കറിയാം? കണ്ടോ, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാന്നാ പറഞ്ഞു. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? നിന്നെ സ്നേഹിച്ചതോ? നമുക്ക് എന്തായാലും ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാം. എനിക്ക് വേണ്ട. ഒരു ഐസ്ക്രീം അങ്ങ് ചെല്ലുമ്പോഴേക്കും ഉള്ളൊക്കെ തണുത്ത് ആ പേടി അങ്ങോട്ട് പോകും. ഈ പേടിയൊന്നും പോയി കഴിഞ്ഞാൽ ഇത്തിരി കൂടെ റൊമാൻസ് ആവാലോ അല്ലേ? അയ്യടാ,
റൊമാൻസേ അയാൾ കളിക്കൊണ്ട് പോകുന്നുണ്ടോ? ഈ ഹരിക്കെല്ലാം തമാശയോ? എടി ഇവിടെ വരുന്നവരെല്ലാം പ്രേമം തലക്ക് പിടിച്ച യങ്സ്റ്റേഴ്സാ നമ്മളെ പോലെ. ഇതൊക്കെ വെറുതെ വായി നോക്കി വെള്ളം ഇറക്കുന്ന തന്തവായ്പ ടീംസാ. നീ ഇതൊന്നും മൈൻഡിന്റെ കാര്യമില്ല. നമ്മൾ ഇഷ്ടത്തിലാണെന്ന് കരുതി എന്തിനാ വെറുതെ നാട്ടുകാരെ കൂടി അറിയിക്കുന്നത്? ഞാൻ അന്നേരം പറഞ്ഞല്ലേ ഇത്രയും ദൂരം ഒന്നും വരണ്ടെന്ന്. ഇതെല്ലാം പ്രേമിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാ മോളെ. ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, മതിയാവണം സംസാരിക്കുക, കൊതി തീരും വരെ പരസ്പരം അറിയുക. അങ്ങനെ ഇന്നത്തെ കാലത്ത് എന്തോരം എൻജോയ്മെന്റാ. ഓരോരുത്തർ എവിടെയൊക്കെ ടൂർ പോകുന്നു. അത് പറഞ്ഞപ്പോഴാ നമുക്ക് ഒരു ദിവസം എങ്ങോട്ടെങ്കിലും ടൂർ പോകണം. ഇലവീഴ പൂഞ്ചിറക്കി പോയാലോ? നല്ല സ്ഥലവാ. അതിന്റെ മുകളിൽ കയറിയ ഈ ലോകം മുഴുവൻ കാണാം. അങ്ങനത്തെ കറക്കൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞു മതി. അയ്യോ, ഞാനങ്ങനെ മോശമായിട്ട് ചിന്തിച്ചിട്ടൊന്നുമല്ല ടൂർ പോകാന്ന് പറഞ്ഞേ. അല്ലെങ്കിലും ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് വരെ ഞാൻ നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ കൈവിരൽ പോലും തൊട്ടിട്ടില്ല. എന്തുകൊണ്ടാ? എന്റെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ട്. എന്നാലും നീ എന്നെ സംശയിച്ചല്ലോ. ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. അയ്യോ ഹരി, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. സോറി ഹരി. പോട്ടെ, വാ. ഹലോ വൈജയ്, നീ വീട്ടിലുണ്ടോ? വീട്ടിലാണ് കമലേച്ചി. എന്താ പുതിയ വിശേഷം? ഇവിടെ അങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല വൈജയ്. ശിവേട്ടൻ ദുബായിന്ന് ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെയും അമ്മയും പിള്ളേരെയും ബാലേന്ദ്രനെയും എല്ലാവരെയും തിരക്കി. ശിവേട്ടന് സുഖമല്ലേ? ശിവേട്ടന് വല്ലതും അറിയണോ? ജോലി ചെയ്യുക, ശമ്പളം വാങ്ങുക. നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം. ശരിയാ. ഇവിടെ ബാലേന്ദ്രനും സുഖിമാനായിട്ട് നടക്കുക. രാവിലെ കാറിലെ ഷോപ്പിലേക്ക്, ജ്വല്ലറിയിൽ ഉച്ചവരെ ഇരിക്കും, ടെക്സ്റ്റൈൽസിൽ പോയിട്ട് 6 മണി വരെ ഇരിക്കും, പിന്നെ 6 മുതൽ 9 വരെ ഹാർഡ്വെയർസിൽ. നീയും അങ്ങനെ തന്നെയല്ലേ? നീ ബാങ്കിൽ പോയി 4 മണി വരെ ഇരിക്കും. വീട്ടിൽ വന്നാലും എവിടെയെങ്കിലും മാറിയിരുന്ന് മൊബൈൽ നോക്കോ TV കാണുകയോ ഒക്കെ ചെയ്യും. അത് കൊള്ളാം. അപ്പൊ ഈ കുടുംബം നോക്കുന്നത് ആരാ? അതിന് അവളുണ്ടല്ലോ, അലീന. ഈടെ മനു പറയുന്നത് കേട്ടു, അവള് നല്ല അസലായിട്ട് വീട്ടുജോലി എല്ലാം ചെയ്യുന്നുണ്ടെന്ന്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്ത് ജോലി പറഞ്ഞാലും അതെല്ലാം ചെയ്തോളൂ. നല്ല വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയും എല്ലാം ഉണ്ട്. പിള്ളേരുടെ കാര്യങ്ങൾ വേണ്ട പോലെ നോക്കിക്കോളും. കള്ളപ്പണിയൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, അവൾ എന്നെ ഉണ്ടാക്കി വെച്ചാലും നല്ല ടേസ്റ്റാ. അപ്പൊ നിനക്ക് സുഖമായി അല്ലേ? ഒന്നും ചെയ്യണ്ടല്ലോ. ഞാൻ അതുകൊണ്ടല്ലേ അവളെ പറഞ്ഞേക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നേ. നിനക്ക് ഈയുടെ ഒരു അബദ്ധം പറ്റിയെന്ന് കേട്ടല്ലോ വൈജയ്. ഒരു മോതിരത്തിന്റെ കേസ്. അലീനെ നീ വെറുതെ സംശയിച്ചു അല്ലേ? അതിന്റെ സംശയം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ലാതെ പോയി. അത് നിന്റെ പേഴ്സണല്ലേ കിട്ടിയത്? ഇനിയും എന്തിനാ സംശയം? അതല്ല കമലേച്ചി, ആ മോതിരം അവള് മനഃപൂർവ്വം എന്റെ പേഴ്സിൽ കൊണ്ടുവച്ചതല്ലേന്നാ എന്റെ സംശയം. എന്നെങ്കിലും എനിക്കൊരു തെളിവ് കിട്ടും. നിന്റെ അമ്മയുമായിട്ടുള്ള വലിയ കൂട്ടല്ലേ? അമ്മയെ അവൾ ആദ്യമേ കയ്യിലെടുത്തു. അമ്മയെ അവളുടെ ഹെൽമെറ്റ്. വെക്കട്ടെ വൈജയ്, സമയം കിട്ടിയാ ഇങ്ങോട്ടൊക്കെ ഇറങ്ങ്. സമയമില്ല എന്നുള്ളതാണ് സത്യം. ശരി ശരി, വെച്ചോ. ഹായ് ജയ മാഡം. സാർ ഊണ് കഴിച്ചോ? ഇല്ല, ഇന്ന് പട്ടിണിയാ. എന്തുപറ്റി? വൈഫായിട്ട് തല്ലുകൂടിയോ? അതൊരു പുതുമയല്ലല്ലോ. ഞങ്ങൾ തല്ലുകൂടാൻ വേണ്ടി മാത്രമേ കല്യാണം കഴിച്ചത്. സാർ ഇരിക്കും. ഇന്നെന്തായിരുന്നു വൈഫായിട്ട് പ്രശ്നം? ഓ, അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. ദൈവം വലിയ തമാശക്കാരനാ. പുള്ളിക്കാരൻ എത്ര നോക്കിയിട്ടും ആരോടും ചേരാൻ കൂട്ടാക്കാത്ത ഒരു പെണ്ണ് നിൽക്കും. ഇവളെ ആർക്ക് കൊടുക്കണമെന്ന് പുള്ളിക്കാരൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ ഞാനൊരു മുറിക്ക് മാറി നിൽക്കുന്നത് കണ്ടത്. എന്നിട്ട് മൂപ്പര് നോക്കിയപ്പോ ഞാൻ മര്യാദക്കാരനാ, ഒരു ശല്യം ഇല്ല ആർക്കും. എന്നാ ഇവന്റെ കൂടെ അവളെ വിട്ടേക്കാന്ന് നിശ്ചയിച്ചു. അതോടെ എന്റെ കഥ കഴിഞ്ഞു. സേതു സാറിന് നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ. വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ജയ മേഡത്തെ പോലെ ഏബിൾ ആൻഡ് നോബിളായ ഒരു ഭാര്യയാണ്. ഞാൻ അത്രയ്ക്ക് കേമിയൊന്നും അല്ല മാഷേ. ആര് പറഞ്ഞു? എന്നും കാണുന്നവർക്കല്ലേ ശരിക്കുള്ള കാര്യം അറിയാവൂ. ജയ മേഡത്തെ കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. വെറുതെ തള്ളല്ലേ മാഷേ. ഞാൻ സത്യം പറഞ്ഞതാ. പ്ലേറ്റ് എടുത്ത് വിളമ്പ്, നമുക്ക് ഒന്നിച്ചിരുന്നോണാമല്ലോ. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ ഇരുന്ന് കഴിക്കാത്തത്. അതിനുള്ള യോഗ്യത ഏറ്റവും കൂടുതലുള്ളത് എനിക്കാണെന്ന് മാഡത്തിന് എന്തെങ്കിലും ഒരിക്കൽ മനസ്സിലാവട്ടെ. നിനക്ക് പൈസക്ക് അത്യാവശ്യം വല്ലതുണ്ടോ? നിനക്ക് ആവശ്യത്തിന് പൈസ വേണമെങ്കിൽ നീ എന്നാ ചെയ്യും?